ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച. മത്തായി 16 24 മുതൽ 28 വരെ വാക്യങ്ങൾ. എഡിത്ത് സ്റ്റെയിൻ എന്നറിയപ്പെടുന്ന സെൻറ്റ് തെരേസ ബെനഡിക്റ്റ ഓഫ് ദ ക്രോസിൻ്റെ സ്മാരക ദിനമാണ് ഇന്ന്. സെൻറ്റ് തെരേസ ഒരു ജർമ്മൻ ജൂത തത്വചിന്തകയായിരുന്നു. അവൾ കത്തോലിക്ക മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ഡിസ്കാൾസ്ഡ് കാർമലീത്ത സന്യാസിനിയായി മാറുകയും ചെയ്തു. കത്തോലിക്ക സഭ തെരേസയെ രക്തസാക്ഷിയായും വിശുദ്ധയായും പ്രഖ്യാപിച്ചു. കർമ്മലീത്ത സഭക്കാരുടെ പരിരക്ഷകർത്താവായ ആവിലായിലെ അമ്മ തെരേസയുടെ ജീവിതം വായിച്ചതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എഡിത്ത് സ്റ്റെയിൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത്. കത്തോലിക്ക സഭയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പിന്നീട് കൊളോണിലെ ഡിസ്കാൾസ്ഡ് കാർമലൈറ്റ് ആശ്രമത്തിൽ ചേരുകയും 1935 വ്രതവാഗ്ദാനം നടത്തുകയും ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് യഹൂദ വംശജരായ മാമോദിസ സ്വീകരിച്ച എല്ലാ കത്തോലിക്കരെയും ഗസ്റ്റപ്പോ അറസ്റ്റ് ചെയ്തു. തെരേസ ബെനഡിക്റ്റയും അവളുടെ സഹോദരി റോസയും ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിലേക്ക് അയക്കപ്പെട്ടു. 1942 ഓഗസ്റ്റ് 9 അവിടുത്തെ ഗ്യാസ് ചേംബറിൽ അവർ വധിക്കപ്പെട്ടു. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരാൾ തൻ്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നഷ്ടപ്പെടുമെന്നും, എന്നാൽ യേശുവിന് വേണ്ടി തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ തയ്യാറുള്ള ഏതൊരാളും ജീവൻ കണ്ടെത്തുമെന്നും യേശു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും നമ്മൾ നമ്മളെ തന്നെ ഒരു പ്രത്യേകതരം വ്യക്തിയാക്കി മാറ്റുകയാണ്. നമ്മെ തന്നെ ത്യജിച്ച് നമ്മുടെ കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കാൻ നാം തയ്യാറാണോ? ജീവിതത്തിൽ നമുക്ക് പലതരം കുരിശുകളെ അഭിമുഖീകരിക്കേണ്ടി വരും. ചിലത് മറ്റുള്ളവയേക്കാൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഒരു കുരിശ് സ്വീകരിക്കുന്നത് ഒരിക്കലും എളുപ്പമല്ല. അത് അസുഖമാകാം, സാമ്പത്തിക ആശങ്കകളാകാം, കുടുംബത്തിലെ വ്യക്തിപരമായ ബന്ധങ്ങളാകാം, വിഷാദം, തൊഴിലില്ലായ്മ, ഏതുമാകട്ടെ. ചിലത് നമുക്ക് സഹായകരമോ മറ്റു ചിലത് ദോഷകരമോ ആയേക്കാം. എന്നാൽ എങ്ങനെയാണ് ഈ കുരിശുകളെ നാം കാണുന്നത് എന്നതാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. ആ കുരിശിനെ നമ്മൾ ദൈവത്തിനുള്ള ശിക്ഷയായി വീക്ഷിക്കുന്നുവോ, അതോ സന്തോഷവും സ്നേഹവും നമ്മുടെ മനുഷ്യാവസ്ഥയുടെ ഭാഗമാവുന്നത് പോലെ കുരിശുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? മനുഷ്യനെന്ന യാഥാർത്ഥ്യം അർത്ഥമാക്കുന്നത് നാം സന്തോഷവും സ്നേഹവും സമാധാനവും ആശ്വാസവും അനുഭവിച്ചറിയുന്നത് പോലെ കഷ്ടപ്പാടിലൂടെയും കടന്നു പോകും എന്നാണ്. കുരിശ് ചുമക്കുമ്പോൾ നാം തനിച്ചല്ല, യേശു നമ്മോടൊപ്പമുണ്ട്. അവൻ നമ്മുടെ കുരിശ് ചുമക്കാൻ നമ്മെ സഹായിക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം. നമ്മുടെ കുരിശുമായി ഇടപെടുമ്പോൾ യേശുവും നമുക്ക് ആശ്വാസവും സമാധാനവും ശക്തിയും ആകും. പ്രയാസകരമായ സമയങ്ങളിൽ നമ്മുടെ കുരിശിനപ്പുറത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്നത് സഹായകമായേക്കാം. നമ്മുടെ ബുദ്ധിമുട്ടിനേക്കാൾ 100 മടങ്ങ് നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് അപ്പോൾ മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നിരവധി സമ്മാനങ്ങൾ നൽകുന്ന യേശുവിലേക്ക് നമ്മുടെ മനസ്സും
ഹൃദയവും തുറക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.